ഏത് പടത്തിലാ? ഓർമ്മയില്ല. ഓർമ്മയില്ലേ? താൻ ഈ സിനിമ മുഴുവൻ കാണുന്ന ആളല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടാവണമല്ലോ. ഞാൻ എല്ലാ സിനിമയും കാണാറില്ല. മോഹൻലാൽ സിനിമ മാത്രമേ കാണുള്ളായിരിക്കും. അത് പണ്ടേ. ഇപ്പൊ മമ്മൂട്ടി സിനിമ കാണുമല്ലേ? ഇപ്പൊ എല്ലാ സിനിമയും കാണും. ഞാൻ എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയോ? കൂത്തരാട് മുതലേ കൊണ്ടുണ്ട്. ഉത്തരാടം മുതലാ ബാലേന്ദ്ര വീടുണ്ടല്ലേ? ബിഗ് ബിയിലൊക്കെ ഉണ്ടെന്ന്. ബിഗ് ബി ബിഗിലുണ്ടോ? ബാലടപ്പോ കണ്ടോ? മാലയാണ് എന്നെ ഓടിച്ചിട്ട് പിടിക്കുന്നത്. ഓടിച്ചിട്ട് പിടിക്കണ്ട. ബാല തന്നെ സിനിമയിൽ ഓടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ്, ലൈഫിൽ റിയൽ ലൈഫിൽ ഓടിച്ചിട്ട് പിടിച്ച്. അപ്പൊ രണ്ടുപേരും ബാല പിടിക്കും. ബാല പിടിച്ച ആൾക്കാർ ബാല ഓടിച്ചിട്ട് പിടിച്ച ആളാ അതുകൊണ്ടേ ഇരിക്കുന്നു. ഇയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി. ബിഗ് ബി എന്ന സിനിമയില് ഓടിച്ചിട്ട് പിടിച്ചാണ്. വേറെ ഏതൊക്കെ പടം? വെറുതെ ഒരു ഭാര്യ. ത്രീ കിങ്സിനകത്ത് ജഗതിയിലൂടെ ഫ്ലൈറ്റ് ഇരിക്കുന്ന ആളെ അറിയാവോ? ഗോവിന്ദൻ ഒറ്റത്തവണ ഗോവിന്ദൻ. ഇപ്പൊ ഇയാൾ ഒറ്റയ്ക്ക് ഒരു പടം ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ മാത്രമുള്ള സിനിമ പ്രൈമില് റിലീസായി, ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്. എത്ര പടം അഭിനയിച്ചു? 100+ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നായകനായിട്ട് 18+ എന്നാ പടത്തിന്റെ പേര്. കാണുന്നോ? അത് കാണും. താൻ എല്ലായിടത്തും 18+ ഒരുപാട് കണ്ടു കാണും. അത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ആ 18+ അല്ല, ഇത് ഞാൻ മാത്രമുള്ള 18+. നായകനായിട്ടായി പുള്ളിക്ക് അവാർഡ് കിട്ടി. എവിടെ ഏത് അവാർഡാന്ന് ചോദിക്കുക? സത്യജിത്രായി. എന്നിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ മലയാള സിനിമയിൽ പ്രശ്നം കാര്യമില്ലല്ലോ. അഭിനയിക്കാനൊക്കെ പുള്ളി പോയിട്ടുണ്ട്. മനസ്സിലായോ? അഭിനയിക്കാൻ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ റോട്ടി നിർത്തും. എന്നിട്ട് സത്യജിത്ര അവാർഡ് ബെസ്റ്റ് ആക്ടറാണോ? കണ്ടോ? സ്വഭാവ നടനാണോ? എല്ലാം ഉണ്ട്. കോമഡി ഒക്കെ ചെയ്തു തന്നു. കോമഡി അല്ലേ കൂടുതൽ ചെയ്തേ? കോമഡി മെയിൻലി. നമ്മുടെ അത്രയും വരത്തില്ല. കോമഡിയാണ് മെയിനായിട്ടാണ്. കോമഡി ചെയ്തിട്ടുള്ളത്, കൂടുതലും കോമഡി ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ പേരറിയോ? മമ്മൂട്ടിനെ പടം പഠിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ 6 പടം. പുള്ളിയുടെ സ്വഭാവം ചൂടനാണ്. നമ്മൾ ആവശ്യമില്ലാത്തൊരു പരിപാടിക്ക് പോകില്ല. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയാം. ഞാൻ ഇന്നുവരെ പുള്ളിയുടെ പടം ചെയ്തിട്ടില്ല. എന്താ കാരണം? കിട്ടിയില്ല. സുരേഷ് ഗോപിയോട് അഭിനയിച്ചിട്ടുണ്ട്. അത് എന്തിനോട് മാറാത്ത നാട്. എത്ര വർഷമായി മൊത്തം സിനിമ ഫീൽഡില്? ഞാൻ 25 വർഷമായി. ഏറ്റവും ഇഷ്ടമുള്ളത് മലയാളത്തിലാണോ? അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഫാൻസുകാർ വന്ന് ഫൈറ്റ് ചെയ്യും. അങ്ങനെയൊന്നും പറയല്ലേ. എന്തോ ആരാട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ചോദിച്ചാണ്. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? മികച്ച നടൻ. അങ്ങനെയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാം. അത് ഞാൻ മാത്രം പറയത്തുള്ളൂ. അത് വേണം എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. മെത്തേഡ് ആക്ടിംഗ് ആണോ നാച്ചുറൽ ആക്ടിംഗ് ആണോ? ആര്? നിങ്ങളുടെ ആക്ടിംഗ് നാച്ചുറലും പറ്റും മെത്തേഡും പറ്റും. ലാലേട്ടൻ. മമ്മൂട്ടിക്ക് മെത്തേഡ് മാത്രമേ പറ്റൂ. ശരിയെന്നാ. മമ്മൂട്ടിക്ക് അതൊക്കെ മതി. കണ്ടിന്റെ ആവശ്യമില്ല. മമ്മൂട്ടി പാട്ടും പാടത്തില്ല, ഡാൻസ് കളിക്കത്തില്ല. പിന്നെ മമ്മൂട്ടിക്ക് ഹലോ, മമ്മൂട്ടിക്ക് ഇയാൾ അവസരം കിട്ടുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നാച്ചുറലായിട്ട് ആകണമെന്നും ഇല്ല, ഞാൻ ചേച്ചി വിളിക്കാൻ ഇവിടെ വന്നു. പിന്നില്ലാതെ അതുകൊണ്ട് ജനിച്ചപ്പോ തൊട്ട് IAS ആയിട്ടുണ്ടോ? നാച്ചുറൽ IASഉം അങ്ങനെയൊക്കെ ഉണ്ടോ? നാച്ചുറൽ ഡോക്ടർ, നാച്ചുറൽ തെറാപ്പി. അണ്ണനെ വിളിച്ചു വരുത്തിയത്. അണ്ണനെ വിളിച്ച അല്ലല്ല, ഞങ്ങൾ എന്നും ഇങ്ങനെ ഡെയിലി ബേസിസ് ഇങ്ങനെയാണോ? ബോൺ സയന്റിസ്റ്റ് ആണ്, ഇവിടെ ബോൺ ആക്ടറാണ്. ജനിച്ചപ്പോഴേ പുള്ളി കണ്ടുപിടിക്കും. മോഡൽ അഭിനയിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഹാങ് ഓവറിനകത്ത് നടനാണ്. നാച്ചുറൽ ബ്രിഗേഡ്സ് ആണോ? അല്ല പറഞ്ഞോ, ഒരു സെന്റിമെന്റ് സീനാണ് തുടങ്ങുന്നത്, വേറെ തമാശ റൊട്ടി. ആ സെന്റിമെന്റ് സീൻ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരും. ഇങ്ങനെ ഹാങ് ഓവറിനകത്ത് വേറെ നമ്മൾ ആരോ ഉള്ളത്. പുള്ളി ഹാങ് ഓവർ ഇല്ല. അതെല്ലാവർക്കും പറ്റില്ല. നാച്ചുറൽ കേണൽ. ഞാൻ കണ്ടിട്ടില്ല അത് പേരാ. നാച്ചുറൽ കേണൽ. സാധാരണ കേണലാവുന്ന കുറെ കഷ്ടപ്പെട്ടിട്ടാ. കേണലായതുകൊണ്ടായിരിക്കും നാച്ചുറൽ കലാമിറ്റി നടന്നപ്പോ അവിടെ
ഇയാള് പറയുന്നത് കേരളാവാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, പഠിക്കണം, മിലിറ്ററി ജോലി ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ കേരളായാണ് നാച്ചുറൽ കേണൽ. ശരിക്കും ആക്ടർ മോഡലാണ്. അതെ അതെ, ശരിക്കുള്ള ആക്ടർ. ശരിക്കുള്ള ആക്ടർ. അതൊക്കെ പോട്ടെ, പുള്ളിയുടെ വീട് ഇത് നാച്ചുറൽ കേണൽ എന്ന് കേട്ടിട്ടുണ്ടോ? മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടോ, ഡാൻസ് ചെയ്യാൻ പറ്റില്ല, പാട്ട് പാടാൻ പറ്റില്ല. ഇതൊക്കെ ഇയാളോട് എന്തിനാ ഇപ്പൊ പറയുന്നത്? ഒരു ആക്ടർ ഇയാൾക്ക് ആകെ മമ്മൂട്ടി സെന്റിമെന്റ് ആണെങ്കിലും പട്ടി പോകുന്ന പോകുന്നു അറിയോ? ഞാൻ നോക്കിട്ടില്ല. അതിന് ഇയാൾ എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലാകാതെ പാവപ്പെട്ടവരൊരു സിനിമയിൽ അഭിനയിച്ചട്ടെ. എടോ 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 ഒരു മിനിറ്റ്, എടോ അതല്ല ഇവിടുത്തെ വിഷയം. താനിത് എന്ത് സംസാരിക്കണം? ഇവിടെ ഇയാളൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഒറ്റക്ക് അയാൾ മാത്രമുള്ള സിനിമയിൽ പടം അഭിനയിച്ചിട്ട് ആ സാധനം മറ്റേ സത്യത്തിൽ അതൊക്കെ സമ്മതിച്ചു, പിന്നെ അതൊക്കെ സമ്മതിച്ചു. ഇയാളോട് വിഷയം അതല്ല. ആക്ടറൊന്നും പറഞ്ഞ് അയാളോട് പറഞ്ഞു പെട്ടുപോയി അണ്ണന്റെ മുന്നിൽ പെട്ടാൽ എന്ന് പറഞ്ഞോണ്ട് പുള്ളി നിൽക്കുന്നുണ്ട്. പെട്ടുപോയി. ഇന്ന് മോഹൻലാലാണ് മികച്ച നടനെ തെളിയിച്ചിട്ട് ഇയാൾക്ക് ഇനി ഇവിടെ പോകാൻ പറ്റത്തില്ല. ആറാട്ടന്റെ ഈ പെട്ടുള്ള അവസ്ഥ. മോഹൻലാൽ ഇതുപോലെ എന്താ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഓടിക്കോ. അതായത് ആറാട്ടന്റെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ചരിഞ്ഞുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോ പിന്നെ ഇതുവരെ രക്ഷപ്പെട്ടില്ല നിങ്ങൾക്ക്. അപ്പൊ പിന്നെ എല്ലാവരും രക്ഷപ്പെടുമല്ലോ. എനിക്ക് അങ്ങനെ രക്ഷപ്പെടണം. എനിക്ക് ഞാനായിട്ട് രക്ഷപ്പെട്ടാൽ എനിക്ക് രക്ഷപ്പെടാം. റോൾ മോഡൽ അയാൾക്ക് എങ്ങനെ മോഹൻലാൽ ആവാൻ പറ്റുന്ന? അയാൾ വേറൊരു മനുഷ്യനല്ലേ? മമ്മൂട്ടി ആവാൻ പറ്റും? അതും ഇല്ല. നമ്മൾ നമ്മുടെ രീതിയിൽ അഭിനയിക്കുന്നു. ചിലപ്പോ ഈ അംബേദ്കർ വാൾപ്രസ്ഥ പോലെ അക്കാഡമിയിലും ചെയ്യുമ്പോ മെത്തഡ് ആക്റ്റീവ് ആണ്. രണ്ടും വേണം. നാച്ചുറൽ കേണൽ, അത് കൊള്ളാം. നാച്ചുറൽ കേണൽ. അതായത് 80-കൾ ആൾക്കാർ 90-കൾ ആദ്യം അയാൾ ചെയ്യാത്ത റോൾസ് ഇല്ല. ഒന്നും കേൾക്കുന്നില്ല ഈ പാട്ടുകാരൻ. ആറെണ്ണം പറയാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങള് ശരിയെന്നാ ഇതിനെ ബാക്കിയുള്ള കാര്യത്തിൽ എന്നെ അണ്ണന്റെ കൈ പെട്ടാണല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഏതൊരു മനുഷ്യനെ മോഹൻലാൽ ഫാൻ ആക്കി കളയും. ആ ശരിയെന്നാ. നാട്യശാസ്ത്രം പഠിക്കണോ? ആഹാ, ഒരു ഭാവം കാണിച്ചേ. ഇപ്പൊ പറ്റത്തില്ലേ? ഒന്ന് ഒരു ഭാവം കാണിക്കും. സരോജ് കുമാർ കാണിച്ചത് രൗദ്രം. എന്തെങ്കിലും ഒരു സാധനം അത് വന്ന് ഒന്ന് കാണിച്ചേ. എനിക്ക് ക്യാമറ ചെയ്യാൻ പറ്റും. അല്ലല്ല, വേറെ കാര്യം എന്നാ വേണ്ട? ഒരു ഇത് കാണിക്കും. കാണിക്കും മറ്റേത് എന്താ? അതല്ല. ഓ, ഇയാൾക്ക് ഒരു ഭാവം പറഞ്ഞല്ലോ. ഏതാണ്? ശൃംഗാരം. അത് കലക്കും. ആണോ? ഇപ്പൊ തന്നെ ഒരു ശൃംഗാരം കാണിക്കും. നിങ്ങളാണോ കാണിക്കുക? താനല്ലേ പറഞ്ഞ പഠിപ്പിച്ചത്? താനൊന്ന് കാണിച്ചു കൊടുക്ക്. അതൊക്കെ അറിയത്തില്ലെന്ന്. ഇതൊന്ന് കാണിച്ചു നോക്കട്ടെ. അതല്ല, നാട്യശാസ്ത്രത്തെ കുറിച്ച് ഞാനല്ല പറഞ്ഞത്, നിങ്ങളാണ് പറഞ്ഞത്. ബിരിയാണി കഴിക്കുന്ന ആൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയണമുണ്ടോ? ഇയാള് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. താനാ പറഞ്ഞ കാണിച്ചു തരാം. എന്നിട്ട് കുറച്ച് കാണിക്കുകയും ചെയ്തു. ഒന്ന് ചെറുതായിട്ട് വന്നു. ബിരിയാണി കഴിക്കുന്ന ആൾക്ക് ബിരിയാണി പ്ലേറ്റ് വിഷയം ഒന്നും മാറ്റല്ലേ. എന്നാലും ഒരു ചെറുതായിട്ട് നോക്കാം. കൃഷി വേണ്ട. എന്താ പറ്റാത്ത? പറ്റില്ല. ഓ, അങ്ങനെ. എല്ലാ കാര്യത്തിലും തീരെ പറ്റുള്ളൂ, പ്രാക്ടിക്കൽ പറ്റില്ല. എടോ, താൻ പിന്നെ എന്താ മറ്റേ രൗദ്രം എന്ന് പറഞ്ഞ ഇങ്ങനെ സാധനം ഇട്ടത്? ഞാൻ ആക്ടറൊന്നല്ല. ഓ, പിന്നെ എത്ര ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചാണ് ആ മറ്റേ പടത്തില് എന്താ സിനിമയുടെ പേര്? ഇപ്പൊ റീസെന്റ് ബ്ലഡി നൈറ്റ്സ് അല്ല, വേറൊരു സാധനം ബാഡ് ബോയ്സ്. തനിക്ക് മാത്രമാണ് ആ സിനിമയിൽ കൈ കിട്ടിയത്.
എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നാച്ചുറൽ ആക്ടറാണ് എന്നാ പിന്നെ ആ സീൻ കാണിക്കും. ആരാധകർ എന്ത് ചെയ്യാൻ? അപ്പൊ ശരി എന്നാ.